തുടങ്ങാം ചെയ്യും. യെസ്. പ്രിയമുള്ളവരെ, ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവിൻ്റെ ഇൻക്യുബേറ്റിംഗ് ആൻഡ് റണ്ണിംഗ് എ സ്റ്റാർട്ടപ്പ് സൂമിനാറിലേക്ക് പങ്കെടുക്കാനായി ഈ സായാഹ്നത്തിൽ ഒന്നിച്ചു ചേർന്ന എല്ലാവർക്കും BSIയുടെ പേരിൽ ആശംസകൾ. ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് 2018 രൂപീകൃതമായ ഒരു സംഘടനയാണ്. 2018 രൂപീകൃതമാകുന്നതിന് മുൻപ് തൃശ്ശൂരും അതിന് സമീപ പ്രദേശത്തുമുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പാസ്സായി പുറത്തു വന്ന കുറച്ച് നല്ല മനുഷ്യർ ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും പിന്നീട് 2018 കേരളത്തെ മുക്കിയ പ്രളയ സമയത്ത് BSI എന്ന ഒരാശയം രൂപീകൃതമാകുകയും ചെയ്തു. 2018 BSI എന്ന ആശയം 2019 അതൊരു രജിസ്റ്റേർഡ് സംഘടനയായി രൂപം പ്രാപിച്ചു. BSI എന്ന ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന സംഘടന നിലനിൽക്കുന്നത് സാമൂഹ്യനീതി, വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ സ്വതന്ത്രമായും ഫലപ്രദമായും ഇടപെടുന്ന പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുകയും പ്രശ്നപരിഹാര പ്രവർത്തനങ്ങളിൽ സ്വയം രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. തുല്യതയുള്ള സുസ്ഥിരമായ ഒരു ലോകമാണ് BSIയുടെ ദർശനം. ിലെ പ്രളയകാലത്ത് 25 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് പ്രളയബാധിത പ്രദേശങ്ങളിലെ വളരെ ആവശ്യക്കാരായ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുകയുണ്ടായി. പിന്നീട് 2019 6 ലക്ഷം രൂപ സമാഹരിച്ച് രണ്ടാമത് വന്ന പ്രളയകാലത്ത് ജനങ്ങളിലേക്ക് BSI നടന്നുകയറി. പിന്നീട് നാം കണ്ട മഹാമാരിയായ കോവിഡിന്റെ കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപ സമാഹരിച്ച് ക്ലാസ് മുറികളിൽ നിന്നും വീടുകളിലെ അടഞ്ഞിട്ട മുറികളിൽ വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയായപ്പോൾ മാർജിനലൈസായി ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ സ്കൂളുകളിലേക്ക് ടാബ്ലറ്റ് വഴി BSI എത്തിച്ചേർന്നു. ഭവന നിർമ്മാണ പദ്ധതിയും BSIയുടെ ഒരാശയമായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ 3 ഭവനങ്ങൾ, ഏറ്റവും അത്യാവശ്യക്കാരായ കുടുംബങ്ങൾക്ക് 3 ഭവനങ്ങൾ നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ സമാഹരിച്ച് ഫാദർ ജിജോയുമായി ചേർന്ന് 3 ഭവനങ്ങൾ നിർമ്മിച്ച് പൂർത്തിയാക്കി അവർക്ക് നൽകാനായതും ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ 2 ലക്ഷം രൂപ സമാഹരിച്ച് 4 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വഴി ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീനുകൾ BSI വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. ഇതുകൂടാതെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങളും അതിലെടുക്കേണ്ട നിലപാടുകളും പ്രശ്ന പരിഹാരങ്ങളും അവതരിപ്പിക്കുന്നതിനായി ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് സൂമിനാറുകൾ നടത്താറുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും വിവിധ ചർച്ചാവേദികളും സ്റ്റഡി സർക്കിളുകളും ഭൗമം നടത്തിക്കൊണ്ടിരിക്കുന്നു. BSI നടത്തിയ പ്രധാനപ്പെട്ട പ്രസക്തമായ ചില ചർച്ചാ വിഷയങ്ങളെ ഞാനിവിടെ പരാമർശിക്കാം. കേരയിൽ ആവശ്യമോ? വിദ്യാർത്ഥികൾക്കിടയിലെ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ അഡിക്ഷൻ, മതനവീകരണമോ മതനിരാസമോ, ക്രിപ്റ്റോ കറൻസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വൈ ഇറ്റ് മാറ്റേഴ്സ്, യൂണിഫോം സിവിൽ കോഡ്, ആരാണ് ഭാരതീയൻ, നെഹ്റുവും ജനാധിപത്യവും, മാനസികാരോഗ്യം, നോട്ട് നിരോധനം, വിദ്യാഭ്യാസ കുടിയേറ്റം, സാധ്യതകളും വെല്ലുവിളികളും. വളരെ പ്രമുഖരായ ചില വിശിഷ്ട വ്യക്തികളെ ഈ ചർച്ചയിലേക്ക് ആനയിക്കുന്നതിനും അതിഥികളാക്കുന്നതിനും ചർച്ച നയിക്കുന്നതിനും BSIക്കായിട്ടുണ്ട്. അതിൽ ചിലരുടെ പേർ പരാമർശിക്കട്ടെ. ഡോക്ടർ TP ശ്രീനിവാസൻ, മുൻ അംബാസിഡർ.
പ്രസിദ്ധ പ്രഭാഷകൻ സുനിൽ പി ഇളയിടം, ഡോക്ടർ അബ്ദുൽ ഗഫൂർ, എം.എൻ. കാരശ്ശേരി, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ശ്രീ ഗീതാനന്ദൻ, ശ്രീ വി.ടി. ബൽറാം, ഡോക്ടർ ജി. ഗോപകുമാർ, എക്സ് വൈസ് ചാൻസലർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, പ്രസിദ്ധ ജേർണലിസ്റ്റ് ശ്രീമതി സുധാ മേനൻ, അഭിഭാഷക അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീമതി അപർണ വിശ്വനാഥൻ ആൻഡ് ശ്രീമതി അനു പാപ്പച്ചൻ. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സ്വരാജിനും സ്വയം പര്യാപ്തതയിലും വളരെ വ്യക്തമായി എഴുതി ചേർത്ത അധ്യായങ്ങളുണ്ട്. ടാറ്റമാരെല്ലാം അവരുടെ ഫാക്ടറികളോടനുബന്ധിച്ച് മെക്കാനിക്കൽ കോളേജുകൾ തുടങ്ങട്ടെ, കൃഷിയിടങ്ങളോടനുബന്ധിച്ച് അഗ്രികൾച്ചർ കോളേജുകൾ തുടങ്ങട്ടെ, യൂണിവേഴ്സിറ്റികൾ അറിവുകൾ സമ്പാദിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമായി നിലകൊള്ളട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിരുദം നേടി പുറത്തു വരുന്ന ഓരോരുത്തരും സ്വന്തമായി ഓരോ സംരംഭകർ ആകുമായിരുന്നു. അത്തരം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇല്ലാത്ത നാട്ടിൽ നിന്ന് സ്വന്തമായ അറിവും പ്രായോഗിക ബുദ്ധിയും കൊണ്ട് ഉയർന്നു വന്ന 4 പേരാണ് ഇന്ന് നമ്മോട് സംവദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇൻകർ റോബോട്ടിക്സിന് ദാർശനിക നേതൃത്വം കൊടുക്കുന്ന തന്ത്രശാലിയായ നേതാവ്, ഇന്ത്യയിലും വിദേശത്തുമായി തൻ്റെ കമ്പനിയുടെ വളർച്ചയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ശ്രീ അമിത് രാമൻ. വെൽക്കം ടു ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് സൂമിനാർ. ശ്രീ അമിത് രാമന് ഹൃദയംഗമമായ സ്വാഗതം. Thank you. It's a pleasure to be here. നമ്മുടെ തിരുവല്ലയിലെ ചാലക്കുഴിക്കാരനായ ശ്രീ ഡോൺ പോൾ, ഫ്രഞ്ച് പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് ക്ഷണിക്കപ്പെടുന്ന ഒരു മലയാളി, വെറുതെ വിളിച്ചതല്ല. ഡെസിൻടോക്സ് ടെക്നോളജി, ഓട്ടോമാറ്റിക് വീൽ ചെയർ, ഫിസിയോതെറാപ്പി സിസ്റ്റംസ് തുടങ്ങിയ മേഖലയിലെ പ്രോഡക്റ്റുകൾ ആയിരക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിച്ച ശ്രീ ഡോൺ പോളിന് BSIയുടെ ഈ ചർച്ചാവേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ശ്രീ ഡോൺ പോൾ. Thank you for inviting. ചേലക്കരയിൽ പത്രവും പാലും ഒരു സൈക്കിളിൽ കൊണ്ടു നടന്ന് വിറ്റ സജീഷ് ഇന്ന് 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. 26 ലക്ഷം രൂപയുടെ നഷ്ടത്തിൽ നിന്നും 350 കോടി ടേൺ ഓവറിലേക്ക് സജീഷ് നടന്നു കയറിയത് ഇളനാട് മിൽക്ക് എന്ന പ്രസ്ഥാനവുമായാണ്. വെൽക്കം ശ്രീ സജീഷ് കുമാർ. ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവിന്റെ സൂമിനാറിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. താങ്ക് യു മാഡം. നമുക്കിന്ന് മോഡറേറ്ററായി ലഭിച്ചിരിക്കുന്നത് കൊഗ്നിസന്റ് ടെക്നോളജി ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ഡയറക്ടറായ ശ്രീ ഇജാസ് മുഹമ്മദ്. ബഹുരാഷ്ട്ര കമ്പനിയായ കൊഗ്നിസന്റ് ടെക്നോളജിയിൽ തന്ത്രപരവും ദാർശനികവുമായ നേതൃത്വം വഹിക്കുന്ന ശ്രീ ഇജാസ് മുഹമ്മദിന് ഈ ചർച്ചാവേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നിവിടെ BSIയുടെ ചർച്ചയിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് അംഗങ്ങളുടെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നന്ദി. Thank you for Madam Tessie for an introduction of all the panelists. I'm deeply honored to be able to talk to three distinguished people here. അവരുടെ മാഡം പറഞ്ഞ മലയാളം ഭയങ്കര ഉടതയോടുകൂടി വളരെ വ്യക്തമായാണ്. അത്രയും നന്നായിട്ട് മലയാളം പറയാൻ അറിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയും. അതുകൊണ്ട് but if you want me to switch to Malayalam, you can always ask me and I will try and speak as much as possible in both languages. So let me start the conversation. I wanted to give all three panelists their viewpoints on each of the topics that so to start with, I want to ask them why their companies exist and what is the big point, why did they start whatever way. Okay. ഒരു സംരംഭം തുടങ്ങാന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഡ്രീം ആയിരിക്കാം. We have all dreamed at some point that we will start an initiative, but for various reasons we did not have the courage to go ahead, or did not have the facilities, or the environment was not such that we could start venture on our own.
അപ്പൊ നമ്മളുടെ ആ ഡ്രീംസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ വേറെ പലരുടെയും ഡ്രീംസ് ഇതാക്കാൻ വേണ്ടി പല ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്. ജഗദീഷ് എന്നെ ക്ഷണിച്ചപ്പോൾ ഇതിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ 3 സ്പീക്കേഴ്സിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ വളരെയധികം അച്ചീവ് ചെയ്തിട്ടുള്ള, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള റോൾ മോഡൽസ് ആയിട്ടുള്ള, സമൂഹത്തിൽ തന്നെ റോൾ മോഡൽസ് ആയിട്ടുള്ള 3 പേരാണ്. അപ്പം ഉദാഹരണത്തിന് ഇൻകർ ടെക്നോളജീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇനീഷ്യൽ പീരീഡിൽ നമ്മളുടെ കോളേജ് ഡേയ്സിലൊക്കെ നമുക്ക് ടെക്നോളജി ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകണമായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെയായിരുന്നു ബെറ്റർ ടെക്നോളജി ഉണ്ടായിരുന്നത്. വി ഗോട്ട് ഇമെയിൽസ്, ഇന്റർനെറ്റ് ആക്സസ് ഫ്രം വർക്ക്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ the personal technology that we have acquired, personal laptops, personal mobile phones, etc. ആ ടെക്നോളജിയുടെ പവറും ഡെപ്തും ഭയങ്കരമായിട്ട് കൂടി. ഇതിപ്പോ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്റർനെറ്റും മറ്റുമൊക്കെ യൂസ് ചെയ്യും. 4G 5Gയിലാണ് നമ്മളെല്ലാവരും. 80%, more than 80% I think have access to internet. But so we are sitting back and relaxing that we have already tech literate. നമുക്ക് എല്ലാ ടെക്നോളജി ആയിട്ട് ആക്സസ് ഉണ്ടെന്ന് പറയുന്നു. ആ സമയത്താണ് ഇൻകർ ടെക്നോളജീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ലെറ്റ്സ് പുഷ് അവർ ബൗണ്ടറീസ്, ലെറ്റ്സ് ലുക്ക് ബിയോണ്ട് is 4G and 5G and merely accessing internet and downloading movies on YouTube and things like that. Let us look at autonomous vehicles. Let us look at IoT. Let us look at drones. എങ്ങനെയാണ് ശ്രീ അമിത് രാമൻ സാർ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നത്? What was the gap that you saw in the society and why did you start Inker? Thank you, Ijaz sir, for that question. Yeah, first of all, I would like to apologize for the background noise. Yeah, I'm in Calicut. I had an investor meeting which got delayed and just got jumped into this meeting as soon as the time came. So if you look at my background as well, it is in the exhibition hall that I am right now. So sorry for the disturbance. Yeah. So going back to the question, so I had worked in corporate for 15 years, yeah, and I saw that as Ijaz sir said, working for others, I saw that I reached a limit and I'm not able to unleash full potential there. അപ്പൊ എനിക്ക് തോന്നി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. പിന്നെ I am from an engineering background in IT and I started doing a lot of research on my own. During my working time itself, I did my master's in strategic marketing. So I was not a 9 to 5 kind of a person in my corporate life as well. And that is the reason why I achieved a lot of success in my corporate life. Starting as an IT specialist and then moving into similar roles like, as the last assignment, I was the commercial strategy manager for GCC countries. So I've seen that, there's a lot of growth in me. And I said, after 15 years, I said, I wanted to do something on my own. Till then, fears because there's no entrepreneur in my family, and coming from an agriculture background, people around me felt that, business is not the right thing for me. But then when I saw an opportunity and when I met my partner, Rahul, I saw that, there's a lot of possibilities in terms of how technology can reach the masses. We could really create a social impact that can, take robotics and other technologies to the grassroots levels of India and turn it around, just like how the knowledge economy has brought in. Okay, so that is where we saw that opportunity. And that is where we are trying to work towards this. It was not easy. It is not an easy ride. Yeah. And what we have seen is we are slowly getting there in terms of this journey. We are trying to set up a robo park in Thrissur itself. Yeah. Where people can come and access and see technology, can learn skilling. We do skilling, reskilling, and, and lead them to employability on these kind of technologies. And technology is for everyone, just like how even doctors, lawyers, chefs, everybody is trying to use laptops and mobiles in their industries. These kind of technologies, robotics, IoT, AI, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന്റെ ഭാഗവുമായി മാറാൻ പോവാണ്. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഇതിനെ അത് മാറ്റാൻ പറ്റുക എന്നുള്ളതും
അതിലേക്ക് ഉള്ള പ്രോഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അതാണ് തേർഡ് വെർട്ടിക്കൽ ഓഫ് ദ റോബോ പാർക്ക്. എന്നിട്ട് വി കാൻ ഡു ദിസ് അലോൺ, സോ വി ഇൻക്യുബേറ്റ് a few tech startups also into this. അങ്ങനെ ഒരു ecosystem ഉണ്ടാക്കിയെടുക്കുക, അങ്ങനത്തെ different robo parks across India and across the globe create ചെയ്യുക. അങ്ങനെ bring people closer to technology and make it accessible for everyone. This is the vision that we have and we are working towards this vision. What you are doing is impacting society at large. You are expecting more entrepreneurs to come out of this. Yes, definitely, sir. Yes, that's the plan. Create more entrepreneurs, create more jobs. Thank you for that. I'll now move with the same question to Mr. Don. Mr. Don's Desintox technology. I mean, if you have, we would have seen in our daily life people with cerebral palsy, age-old people who need electric wheelchairs and things like that. So that is where Mr. Don's company has been focusing on. He's one of the top 10 producers of electric wheelchair. So Don, how did you start this venture? What was the need for getting into this, this field specifically? Why did you choose electric wheelchairs and other assistive technologies? Yeah, ഞങ്ങള് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോളേജിൽ നിന്നാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. സോ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെ കോളേജിൽ തേർഡ് ഇയർ പഠിക്കുമ്പം തൃശ്ശൂർ ആൽഫ എന്ന് പറഞ്ഞ ഒരു പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഉണ്ട്. ഇവിടേക്ക് ഒരു വിസിറ്റിന് പോയി. ഇവിടെ ചെന്നപ്പോ ഒരു കുട്ടി, സെറിബ്രൽ പൾസി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് കിടപ്പിലായ ഒരു കുട്ടി. ആ കുട്ടിയെ നടത്താൻ പറ്റുമെന്ന് ആ കുട്ടിയുടെ അമ്മ ഞങ്ങളോട് ചോദിക്കുന്നു. അതൊരു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് 2015 ഏകദേശം ഞങ്ങൾ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത്. അന്നേരം ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കുട്ടിയെ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോട് ചേർന്ന് കോളേജിൽ പഠിക്കുന്ന സമയമുണ്ട്, അന്നേരം എല്ലാവരോട് ചേർന്ന് ആദ്യമായിട്ടൊരു ഡിവൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് സെറിബ്രൽ പൾസി ഉള്ള കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു മൊബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മസിൽ സ്ട്രെങ്ത് കുറവാണെങ്കിൽ പോലും നടക്കാൻ വേണ്ടി പെർമിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഡിവൈസ്. അങ്ങനെ ഒരു ഡിവൈസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജ് ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് കോളേജ് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് കുറേയധികം റിക്വയർമെന്റ് വരുന്നു. നമ്മൾ അങ്ങനെ പല ഡിവൈസുകളും പലർക്കും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ പല ഡിവൈസുകളും പലർക്കും ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ഇനി കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ പല പാതയിലേക്ക് പോയതാണ്. അന്നേരം 2016 ഞങ്ങൾ പാസ് ഔട്ട് ആവുന്നു. പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ പല വേയിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. ആ ഒരു ടൈമിലാണ് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ്, ഞങ്ങളുടെ ഇനീഷ്യൽ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളെ ഒരു ആക്സിഡന്റ് വരുന്നു. പെട്ടെന്നൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു. അന്നേരം സ്പൈൻ ഇഞ്ചേർഡ് ആയി, കഴുത്തിൽ സീറ്റ് ബെൽറ്റ് കുരുങ്ങിയിട്ട് സ്പൈൻ ഇഞ്ചേർഡ് ആയിട്ട് ഒരു ഹാഫ് സൈഡ് പാരലൈസ് ആയി ആള് പെട്ടെന്ന്. അന്നേരം തലേന്ന് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളാണ്. ജസ്റ്റ് അന്നേരമാണ് പെട്ടെന്നൊരു ഈ ഒരു സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ കോളേജ് വെച്ച് കുറെ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ സ്പൈൻ ഇഞ്ചുറി വന്നുള്ള ഇഷ്യൂസ് നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. നമുക്കും അന്നേരം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യമായി. ഞങ്ങൾ അന്നേരം നോക്കി എന്താണ് ഇഷ്യൂസ് ഫേസ് ചെയ്തെന്നുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആലോചിച്ചു. അങ്ങനെയാണ് ഏറ്റവും 2 ഫീസാണ് ഇഞ്ചുറി ആവട്ടെ, ആക്സിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആവട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, ആളെ മൊബിലിറ്റി ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ആവും. അതുകൊണ്ട് തന്നെ ആൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് കൂടാതെ നടക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടൈം ബെഡ് റിഡൺ ആയി തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് പല ഇഷ്യൂസും വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും വരുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ആ ആൾക്കാർക്ക് എങ്ങനെ മൊബിലിറ്റി കൊടുക്കാം എന്നുള്ളൊരു കാര്യം. സെക്കൻഡ്ലി, നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് എപ്പോഴും നോക്കാൻ ഏറ്റവും എഫേർട്ട് വരുന്ന കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ. ഈ 2 കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾ അന്ന് 2016-17 ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡിസിൻടോക്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നേരം ഞങ്ങൾ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആണ്. ഞങ്ങൾ എല്ലാവരും പല വഴിക്ക് പോയി തുടങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ജസ്റ്റ് കോളേജ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ ഒരു കുറെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതുവരെ തന്നെ ആയിരക്കണക്കിന് ഫാമിലീസിനെ എംപവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിവൈസ് കൊണ്ട്. അതേപോലെ തന്നെ ധാരാളം ആളുകളുടെ ലൈഫിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നുണ്ട്. നമ്മൾ 2-3 കേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് ഡിവൈസ്. സെക്കൻഡ്ലി, നമ്മൾ എന്താ വെച്ചാൽ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരാൾ ഡിഫറെന്റ് ഏബിൾഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള എൻജിഒസ് വഴി നമ്മൾ അതിനുള്ളൊരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. പ്രൈമർലി നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റഡ് ഡിവൈസുകൾ ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ്, അഡ്വാൻസ് ഫീൽഡ്സ്, പേഷ്യന്റ് ട്രാൻസ്ഫർ ഡിവൈസുകൾ, പിന്നെ അഡ്വാൻസ് റിക്ലൈൻ ചെയ്യാം, കിടക്കാം, ടിൽറ്റ് ചെയ്യാം.
സ്റ്റാൻഡ് ചെയ്യാം അങ്ങനത്തെ ഇലക്ട്രിക് വീൽ ചെയർസ് അങ്ങനത്തെ ഡിവൈസുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സ്റ്റേ ക്ലൈംബിംഗ് വീൽ ചെയർസ് അങ്ങനെ. Thank you for that, Don. Very inspiring story. ഇനി നമ്മൾ മൂന്നാമത്തെ സ്പീക്കറോട് കിടക്കാം, സജീഷ് സാർ. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. 24,000 ഫാർമേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, 6,000+ സൊസൈറ്റീസ്, 3 പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, 1.5 liters ഓഫ് മിൽക്ക് സോൾഡ് പെർ ഡേ. എങ്ങനെയാണ് സജീഷ് സാർ ഈ യു ഹാഡ് സം ഫെയിലിയേഴ്സ് ഇനീഷ്യലി, അതിൽ നിന്നൊക്കെ അതിജീവിച്ച് what was the gap that you identified with in your first failure, and then how did Elanadu നിങ്ങൾ ആദ്യം ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് പൊള്ളാച്ചിയിൽ ഒരു പ്ലാന്റ് വെച്ചു, അത് ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു, എന്നിട്ട് തിരിച്ചു വന്ന് യു സ്റ്റാർട്ടഡ് സച്ച് എ ലാർജ് എംപയർ. ഇതിന്റെയൊക്കെയുള്ള ജേർണിയെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ അത് ആക്ച്വലി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞല്ലോ, +2 പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പാലായിട്ട് കണക്ഷൻ ആവുന്നത്. ഈ വീടുകളിൽ ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പാല് കൂടി സപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നത്. ആ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന് അങ്ങനെ ബൈക്ക് പിന്നെ 3 വീലർ ആക്കി അങ്ങനെ ഒരു 4 വണ്ടി സപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ MBA MPhil കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പൊള്ളാച്ചിയിൽ സ്വന്തമായിട്ട് ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോ അന്ന് ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ. അന്ന് ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഒരു പക്വത കുറവുണ്ട്. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MPhil കഴിഞ്ഞിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ ഇതില് മേജർ 3 ഓപ്പറേഷൻ ആണുള്ളത്. നമുക്ക് കർഷകരിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യണം പാല്, അത് പ്രൊഡക്ഷൻ ചെയ്യണം, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ 3 പ്രോസസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ പ്രൊക്യൂർമെന്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ MPhilന് ശേഷമാണ് ഞാൻ വന്ന് പ്രൊക്യൂർമെന്റും അതേപോലെ തന്നെ പ്രൊഡക്ഷനും സ്വന്തമായിട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തത്. പക്ഷെ അന്നത്തെ ഒരു പക്വത കുറവുണ്ട്. ഞാൻ ഈ പൊള്ളാച്ചില് ഞാൻ ഫുൾ ഫണ്ട് ഫിനാൻസ് എടുത്തിട്ടും കുറി വിളിച്ചും കളക്ട് ചെയ്ത എല്ലാ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത യൂണിറ്റ് ആണ് പൊള്ളാച്ചില്. അന്ന് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ അന്ന് എനിക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 24 വയസ്സ് കാണുള്ളൂ. അപ്പോ നമുക്കൊരു പക്വത ഇല്ല. ആ പക്വത ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ ലൈവ് എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് പ്രാക്ടിക്കലായിട്ട് ഒരു ബിസിനസ് അതർ സ്റ്റേറ്റില് അതേപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് അതർ സ്റ്റേറ്റിൽ ചെയ്ത് ചെയ്യാനുള്ള ഒരു സ്കില്ല് അന്ന് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 8 മാസം നടത്തി. ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു 26 lakhs ലോസ് വന്ന് അന്ന് ഞാൻ തിരിച്ചറിയാണ് ഇത് എനിക്ക് ഇനി കവറപ്പ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇനി കടം കയറി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു തിരിച്ചുവരവ് പറ്റില്ല. ആ ഒരു സമയത്ത് ഞാൻ സഡൻ ബ്രേക്ക് ഇടാണ്. പൊള്ളാച്ചിത്തെ യൂണിറ്റ് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് അന്ന് ഗോകുലം എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. ആ ബ്രാൻഡ് ഞാൻ വേറൊരു കമ്പനിയിൽ കോപ്പാക്ട് ചെയ്ത് എൻ്റെ പ്രൊക്യൂർമെന്റും പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് തൃശ്ശൂർക്ക് വരാണ്. ആകെ മാർക്കറ്റിംഗ് മാത്രം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്ത് തൃശ്ശൂർ വരാണ്. പിന്നെ ഏകദേശം ഒരു 8 വർഷം കൊണ്ടാണ് ഈ ഫുൾ നമ്മുടെ ബാധ്യതകളും എല്ലാം മാറ്റി കല്യാണം കഴിഞ്ഞ് ഒരു സുഖമായിട്ടുള്ള ഒരു ലൈഫിൽ പോവാറുണ്ട്. അപ്പോ എനിക്ക് വന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഈ എളനാട് മിൽക്ക് ഉണ്ടാവാൻ കാരണം. ഫോർ എക്സാമ്പിൾ, ഞാൻ മരത്താകര ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ ചെറിയ യൂണിറ്റിൽ ഞാനിപ്പോ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു കമ്പനിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഗോകുലം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവിടെ വരുന്നത്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അപ്പുറത്തേക്ക്, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു മിൽക്ക്. അപ്പോ അവര് മിൽക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ കുറച്ച് മിൽക്ക് പ്രൊഡക്ട്സ് ഞാൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നോക്കി. അതായത് സംഭാരം, നെയ്യ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ഐറ്റംസ്. അപ്പൊ ഒരു മരത്താക്കര ഞാൻ ഒരു ചെറിയൊരു യൂണിറ്റ് ഞാൻ റെന്റിന് എടുത്തു.
പക്ഷെ അവിടെ അത് നടത്തി കൊണ്ടുപോകാൻ ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ കാരണം ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ലാതെ ഞാൻ ഒരു വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരാണ്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആ യൂണിറ്റ് ഇത്ര സമയത്തിനുള്ളിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു ഇന്റിമേഷൻ കിട്ടാണ്. അപ്പൊ അത് പ്രകാരം ഞാൻ വേറൊരു സ്ഥലം ഇങ്ങനെ എളനാട് എന്ന് പറഞ്ഞ ഒരു 5 സ്ഥലം നോക്കിയാൽ ഒരു സ്ഥലമാണ് എളനാട് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടത്. ഒരു 2 ഏക്കറയും ഒരു വീടാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എളനാട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടായത്. ഈ എളനാടില് എനിക്ക് വന്ന ഒരു സക്സസിന്റെ മെയിൻ ഒരു റീസൺ, ഞാൻ മുമ്പ് എല്ലാ ജോലിയും ഞാൻ നേരിട്ട് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ പ്രൊക്യൂർമെന്റിൽ ഡ്രൈവർ ഇല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് കർഷകരിൽ നിന്ന് പാലെടുക്കാൻ പോകും. ചിലപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പാക്കറ്റ് അടിക്കാൻ ആളുണ്ടാവില്ല, പ്രോസസ് ചെയ്യാൻ ആളുണ്ടാവില്ല. ചിലപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യും. തിരിച്ച് ചിലപ്പോൾ ലോഡ് കയറ്റി കൊടുക്കും. അങ്ങനെ A to Z വർക്ക് ചെയ്ത് നമുക്ക് ഈ ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതും ടീം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും അങ്ങനത്തെ ഒത്തിരി കാര്യത്തിൽ ഞാൻ ഫെയിലിയറായി. അപ്പോ നമ്മള് ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ വ്യക്തത കുറവുകൊണ്ട് ആണ് ഞാൻ ഫെയിലിയർ ആയത്. പക്ഷെ ഈ എളനാട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 1-2 ട്രെയിനിങ്, നല്ലൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ആ അറ്റൻഡ് ചെയ്തതിലൂടെ എങ്ങനെ ഒരു ബിസിനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ടീം സെറ്റ് ചെയ്യാം, എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം, എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, എങ്ങനെ SOPs സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അങ്ങനത്തെ എങ്ങനെ KPI സെറ്റ് ചെയ്യാം, അങ്ങനെ കുറെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം സ്ട്രക്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ ട്രെയിനിങ്ങിൽ ഞാൻ വളരെ ആർത്തിയോടെ പഠിച്ചു. ഞാൻ കാരണം ആർത്തിയോടെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടായ വലിയൊരു ലോസും വലിയൊരു തോൽവിയും കാരണമാണ് അടുത്ത വട്ടം എനിക്ക് ഈ സംഭവങ്ങൾ ഞാൻ ട്രെയിനിങ്ങിൽ പോയി കിട്ടിയപ്പോൾ അത് വളരെ ആർത്തിയോടെ പഠിച്ച് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു. എൻ്റെ ഒരു ആഗ്രഹം കേരളത്തിലെ അതായത് 5 ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡായി മാറാന്നുള്ളതായിരുന്നു. അത് ഏകദേശം 3 വർഷം കൊണ്ട് ഏകദേശം 160 ബ്രാൻഡ് ഉണ്ട് കേരളത്തിൽ മിൽക്ക്. ആ 160 ബ്രാൻഡിൽ 3 വർഷം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് ഡയറിയിൽ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തി. ഇത് കഴിഞ്ഞ് എൻ്റെ ഇനിയുള്ളൊരു ഫ്യൂച്ചർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു 5 ബ്രാൻഡിൽ ഒരു ബ്രാൻഡായി വരാന്നുള്ളതാണ്. ഇപ്പൊ അതിനുവേണ്ടി തമിഴ്നാട് ഒരു 50% നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്തും ടീം സെറ്റ് ചെയ്തിട്ട് പോകും. അപ്പോ ഇതില് എൻ്റെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫെയിലിയറിനും ഇവിടുത്തെ സക്സസിനും കാരണം നമ്മൾ ഒരു കോച്ച് പോലെ വർക്ക് ചെയ്തു. നമ്മളൊരു ടീം സെറ്റ് ചെയ്ത് നമ്മൾ ടീമിനെ കൊണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് അലോക്കേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് മോണിറ്റർ ചെയ്ത് അതിനെ റിവ്യൂ ചെയ്ത് അതിനെ റിവാർഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഫയർ ചെയ്ത് ആ ടീമിനെ കൊണ്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റി. ഇതാണ് എൻ്റെ എളനാട് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു നമ്പർ 1 ബ്രാൻഡിലേക്ക് കേരളത്തിലേക്ക് എത്താൻ കാരണം. വളരെ വെരി ഗുഡ് സ്റ്റോറി. നിങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾക്കും കൂടെ ഉള്ള ഉത്തരവാണ്. ഫോർ എക്സാമ്പിൾ യു ഗോയിങ് ബാക്ക് ടു എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസും ഫെയിലിയർ എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലാക്കുകയും തിരിച്ച് പഠിക്കാൻ വേണ്ടി പോയി അതൊക്കെ പഠിച്ചു വന്ന് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്തു. അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ലെസൺസ് ആണ്. അതെ, എന്റെ മാഷ് ജോമി സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. MBA എൻട്രൻസ് ഞാൻ ജോമി സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു ഇതാണ്. കാരണം അത്രയും ക്ലാരിറ്റിയിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാരണമാണ് എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ 2 വർഷം ആലപ്പുഴ കേരള യൂണിവേഴ്സിറ്റിയുടെ സെന്ററിലാണ് MBA പഠിച്ചത്. നമ്മൾ ഈ 3 എന്റർപ്രൈനേഴ്സും തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ നമ്മൾ പഴയ കാലത്ത് ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സുകാരോടൊക്കെ ചോദിച്ചാൽ അവര് തമിഴ്നാട്ടിലേക്കും കർണാടകത്തേക്കൊക്കെ പോയിട്ടാണ് അവിടെയാണ് ബിസിനസ് തുടങ്ങുന്നത്. കേരളത്തിൽ പൊതുവെ ബിസിനസ് തുടങ്ങാൻ പലർക്കും മടിയാണ്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു എന്തൊക്കെയാണ് ആയിരിക്കും റീസൺ. ഇപ്പം നമുക്കൊരു ലോ കോസ്റ്റ് ഓഫ് ലിവിങ് ഫോർ എക്സാമ്പിൾ മൈറ്റ് ബി എ ഫാക്ടർ. Support from government might be a factor. Ecosystem for developing entrepreneurship might be a factor. Appo idile what do you think? I will start again with Mr. Amit Raman. Why did you choose Kerala? Was Kerala your first preference? And
ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തെ കുറിച്ച് പലരും പറയുന്നത് നമുക്ക് ഇറ്റ്സ് നോട്ട് വെരി കൺഡ്യൂസീവ് ഫോർ ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ എങ്ങനെയാണ് വൈ ഡിഡ് യു കൺസിഡർ സ്റ്റിൽ കൺസിഡർ കേരള? Has the environment changed for the better? Yeah, so thank you. It's a great question. So before I answer the question, there was one more question regarding a startup, because ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു startup business ആണ്. So how is it different from conventional business? I'll just explain it very quickly. Okay. So basically what is happening is startup എന്ന് പറയുന്നത് ഒരു business model ഇല്ല, but we see that there is a solution that we can offer to the problem that is there. ആ ഒരു problem ചിലപ്പോ ഒരു niche മാർക്കറ്റിലായിരിക്കും. niche മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് in a society there's only a few people who are facing the problem and there is no solution to it. It could be similar to a cancer treatment. It could be something that people are able to the food delivery system that is there, or online ordering. ഇപ്പൊ കോവിഡ് വന്നപ്പോഴാണ് എല്ലാവരും ഓൺലൈൻ ഇപ്പൊ ആമസോണും അങ്ങനത്തെ സ്വിഗ്ഗിയും ഒക്കെ കൂടുതൽ ചെയ്തു തുടങ്ങിയത്. പക്ഷെ if there is a problem that we can see and we can tap into the problem and we try to identify the business model to it over a period of time, this is called up to 10 years in India, as per definitions, our business model, startup model item, where profit is not the main thing. It is trying to develop a business model so that people can replicate and it can become more of a traditional kind of a business. A traditional business is something called textile business, retail business. All of these are traditional kind of businesses that is there. So Thrissur is famously known for traditional business, where again, me and my partner, nammal randalum Thrissuril nannanu, and we wanted to ensure that this ecosystem is built here in terms of a startup. Appo aa oru startup business evide illa. എല്ലാവരും known businessmen all over in India or the world from Thrissur are all from the traditional business side. Yeah, you take Yusuf Ali, Joy Lucas, the Kalyan Silks. Idakka basically Thrissur nanu, but they are all traditional kind of a business. So more of an emotional bonding to be in Thrissur. We said we can move Kochi, we can move to Kochi, we can move to Bangalore, but again. We saw the example of Zoho, again from a tier 3 city, how Zoho has become a worldwide recognized brand. So avideyaanu nammalum Thrissur we are sticking on to Thrissur, trying to create an ecosystem of startups in Thrissur and trying to build Thrissur on a roadmap for startups as well. Because Kochi was the easiest thing to do, go to Kochi, start from there. But me and my partner want to build it from Thrissur. Again, if I think the follow-up question will be, are we able to attract talent to the team? Yes, we are. Because if you look at it, when we tell our dreams to them, people want to join our company. So even the CTO that we had was from IIT Madras. So we are able to attract talent to Thrissur as well. So we see that if there is a good vision, people believe in our dreams, people will join the team. So I don't think talent will be a challenge for us. So even for when we discuss the Robo Park project, we have people coming and wanting to do the project with us. Salary is not their main concern. They want to be part of something big. So thank you for asking that question. Again, same question to Mr. Don. So why Kerala? Was it easy for you in Kerala? Did you get access to finance and other things in Kerala? And what is the regulatory framework like in Kerala? Is it easy to negotiate? Unmute you. റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മള് പലപ്പോഴും ന്യൂസിലും കാര്യങ്ങളിലും എല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇഷ്യൂസ് വരുന്നുള്ളത്. ഇതുവരെ വലിയ മേജർ ഇഷ്യൂസ് ഒന്നും നമുക്കൊന്നും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പം നമ്മളൊരു സൈഡ് B2G സെയിൽസും ഉണ്ട്, ഡയറക്ട് കസ്റ്റമേഴ്സ് മാത്രമല്ല ഗവൺമെന്റ് സപ്ലൈ ഉണ്ട്. അവിടെ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾക്ക് ഫേസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം പിന്നെ ഫ്യൂച്ചർ മാറുമെന്നറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ എനിക്ക് സപ്പോർട്ടിങ് എക്കോസിസ്റ്റം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെയും എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പലപ്പോഴും ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു എൻട്രി ലെവൽ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നായിരിക്കാം പിന്നെയും വന്നിട്ടുള്ളത്, ഒരു പേപ്പർ ഡിലേ ആക്കാം അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അതും പക്ഷെ നമ്മൾ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്യാനും പറ്റും. എനിക്ക് തോന്നിയൊരു കേസ് അതാണ്. അല്ലാതെ റെഗുലേറ്ററി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നോ നമുക്ക് ഇഷ്യൂസ് വന്നിട്ടില്ല. എന്നാൽ നന്നായിട്ട് സപ്പോർട്ട് വന്നിട്ടുമുണ്ട്. ഈവൻ സ്റ്റാർട്ടപ്പ് മിഷൻ ആവട്ടെ, DST ആവട്ടെ, MSME ആവട്ടെ, അങ്ങനെ പല ഗ്രാൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ബീയിങ് കേരള ഇസ് എ ലിമിറ്റേഷൻ. പിന്നെ ടാലന്റ് പൂളിന്റെ കേസിൽ, ടാലന്റ് പൂള് ഒബ്വിയസ്ലി നമുക്കൊരു ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് മേ ബി ബാംഗ്ലൂരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഫണ്ട് റൈസിങ് ഇവിടെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പലരുടെയും കേസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുപോലെ തന്നെ പെട്ടെന്ന് ഹയറിങ്ങും ഫയറിങ്ങും ബുദ്ധിമുട്ടാണ് കേരളത്തിന്റെ കേസിൽ. ബട്ട് ഒരു സ്റ്റേബിൾ ഗ്രോത്ത് വരാൻ വേണ്ടി എന്തുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില സ്ഥലങ്ങൾ വ്യത്യാസം ഉണ്ടാവും, ബട്ട് എന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. Very good. Thank you for that. So same question Mr. സജീഷിനോട് കൂടെ തന്നെ. സജീഷ് സാറിൻ്റെത് ഭയങ്കര ഒരു ട്രിക്കി പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിൽ അഡിറ്റീവ്സ് ഉണ്ടോ, എന്തെങ്കിലും ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടോ, എന്നൊക്കെ ഉള്ള പലതരം എൻവയറമെന്റൽ പ്രശ്നങ്ങളൊക്കെ വരാം ഇതിൽ. സോ ഡസ് ഇറ്റ് കോസ് ക്യാൻസർ, ദിസ് ദാറ്റ്. അപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ അടിച്ചു വരുന്നതാണ് പാല് കുടിച്ചാൽ അത് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ കേരളത്തിലെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായി പത്രം വായിക്കുന്നതും ഈ ഇത്തരം ന്യൂസുകളെ ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു. അപ്പൊ അതിൽ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? തലനാട് അപ്ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇൻ ജനറൽ ഗ്രോത്തിനായിട്ട് you get support from the government? സാർ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലത്തെയും തമിഴ്നാട്ടിലത്തെയും വ്യവസായം ഒരു ഇമ്പോർട്ടൻസ് ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത് ഇളനാടിന്റെ ക്വാളിറ്റി റിലേറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ കേരളത്തിന്റെ വ്യവസായത്തിന്റെ സപ്പോർട്ട് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത്തിരി കൂടി, കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അത് ഫുഡ് ആണെങ്കിൽ ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യണത്. ഏറ്റവും ഇതിൽ പല കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രോബ്ലം ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന, ഫാസ്റ്റ് ആയിട്ട് ഡാമേജ് ആവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സ്മെല്ലാവുന്ന, അല്ലെങ്കിൽ നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. സാധാരണ മാനുഫാക്ചറിങ് യൂണിറ്റിനാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ പ്രോബ്ലംസ് വരാം. അതിൽ ഇത്തിരി കൂടിയും പ്രശ്നം കൂടിയ ഒരു കാറ്റഗറിയാണ് നമ്മുടെ മിൽക്ക്. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഇളനാട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നിയർ ടു ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു 350 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇളനാട്. 2 ഏക്കർ ലാൻഡ് ആയിരുന്നു, അതിപ്പോ നിയർ ടു 10 ഏക്കർ ലാൻഡായി. അപ്പോ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയം, ഫോർ എക്സാമ്പിൾ 2018 ജനുവരി 26-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ 7 വർഷത്തില് കേരളത്തിൽ വന്ന വ്യത്യാസം, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേരള ആണോ തമിഴ്നാടാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തമിഴ്നാടാണ്. പക്ഷേ ഇപ്പോ കേരള ആണോ തമിഴ്നാടാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളം. ഇത് രണ്ടും വന്ന മാറ്റം ഞാൻ കണ്ണിലൂടെ കണ്ടുള്ളതാണ്. കാരണം ആദ്യത്തെ വർഷം സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിശ്വാസമാണ് ഇത് ഈസി ആയിട്ട് അടപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ലോക്കൽ കളക്ഷൻ വന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കളക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആണെങ്കിലും ഒരു കോൺഫിഡൻസ് ആണ് നമുക്കൊരു മാനുഫാക്ചറിങ് കേരളത്തിൽ പൂട്ടിക്കാൻ എളുപ്പമാണ്. ഈ സംഭവം നമ്മുടെ ഗവൺമെന്റ്, ഇപ്പോ LDF ഗവൺമെന്റ് വർഷങ്ങളായിട്ട് കണ്ടിന്യൂഷൻ പ്രവർത്തനമുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ട് ഇതിനെ പതുക്കെ പതുക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് മാറി. എന്ത് കാര്യത്തിനും ഇപ്പൊ ഒരു യൂണിറ്റ് അടയ്ക്കണമെങ്കിൽ അവിടുത്തെ നമ്മുടെ ലോക്കൽ ബോഡിക്കോ അതുപോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഒരാൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അത് വ്യവസായ വകുപ്പിന്റെ അപ്രൂവൽ വന്ന് അവരെന്തെങ്കിലും നമുക്ക് കറക്ഷൻ ചെയ്യാനുള്ള പോയിന്റ് പറഞ്ഞ് അതിനുള്ള സമയം തന്ന് അത് കറക്റ്റ് ചെയ്തില്ല എങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു ആക്ഷനിലേക്ക് പോകുള്ളൂ. ഇപ്പൊ നമുക്കറിയാം എത്ര സ്ഥലത്ത് കൊടി വെക്കുന്നുണ്ട്. കൊടി വെക്കുന്നതിന്റെ ഒരു ആഡോ ഒരു പരസ്യമോ വന്നു കഴിഞ്ഞാൽ
ആദ്യം തന്നെ അത് അറ്റൻഡ് ചെയ്ത്, ഇല്ല എന്ന് ഞാൻ പറയില്ല, വളരെ അപൂർവമായിട്ട് പലയിടത്തും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഫാസ്റ്റ് ആയിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇപ്പോ എന്തിനും ഒരു ചെറിയൊരു ഒരു നമുക്ക് ഒരു ചെറിയൊരു പൈസ പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല ഒരു യൂണിറ്റ് തുടങ്ങാൻ. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങാൻ നമുക്ക് ഇന്ന് ലൈസൻസ് പോലും ആവശ്യമില്ല. അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വന്നു. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 26 കെടുക്കുണ്ടായിരുന്ന കേരളം ഒറ്റ വർഷം കൊണ്ട് അത് 1ാം സ്ഥാനത്തേക്ക് വന്നു. അതില് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഭരണഘടന അവര് ഒത്തിരി ഹാർഡ് വർക്കും ഒത്തിരി ആക്റ്റീവ് വർക്കും വന്നിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇതേപോലെ ഒരു ബ്രാഞ്ചില് ഒരു പാർട്ടി ത്രൂ കളക്ഷൻ വന്നു. അവര് ചോദിച്ച എമൗണ്ട് നമ്മൾ കൊടുത്തില്ല. കൊടുക്കാൻ പറ്റാവുന്ന ഒരു എമൗണ്ട് അല്ല ചോദിച്ചത്. അവര് കുറച്ച് മിസ്റ്റേക്സുകൾ അവിടെ കണ്ടു. നമ്മൾ എന്തൊരു ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് നടത്താണെങ്കിലും റൂൾസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2-3 മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മിസ്റ്റേക്ക് വന്നു. കറക്റ്റ് ശനി ഞായറും, സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ഫ്രൈഡേ ഒരു 4 or 5 o'clock ലെറ്റർ തന്നു ക്ലോസ് ചെയ്യാൻ. ശനി ഞായർ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. നേരെ ഞാൻ വ്യവസായ വകുപ്പിലത്തെ GM-നെ വിളിച്ചു. സാറിന് ഇത് ഇട്ട് കൊടുത്തു. സാർ ഇത് അപ്പൊ തന്നെ കളക്ടറിന് ഇട്ട് കൊടുത്തു. സാർ പറഞ്ഞു, നിങ്ങള് വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരാതെ ഒരാള് വന്നു കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട. തിങ്കളാഴ്ച വന്നു. തിങ്കളാഴ്ച നേരിട്ട് ഇത് GM കളക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു. കളക്ടർ ബുധനാഴ്ച ആ പഞ്ചായത്തിന്റെ അധികാരികളെ വിളിച്ച് നേരിട്ട് ഫയർ ചെയ്ത് ആ പ്രോബ്ലം അതോടെ സോൾവ് ആയി. ഇതോടെ എന്താ നമുക്ക് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പണ്ടില്ലാത്തതാണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ പല ഫണ്ട് റൈസ് ചെയ്ത് ചിലപ്പോൾ വലിയ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലത്തെ ഗോൾഡ് വെച്ചിട്ടുണ്ടാവും. എങ്ങനെയോ നമ്മൾ ഫയർ ചെയ്തിട്ടാണ് ഈ ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമുക്കൊരു സപ്പോർട്ടിന് ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നതും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും വലിയൊരു ഉപകാരമാണ്, അല്ലെങ്കിൽ വലിയൊരു കോൺഫിഡൻസ് ആണ്. അതിപ്പോ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന്. ഇനി എന്റെ ക്വാളിറ്റിയുടെ കേസ് ജസാർ സംസാരിച്ചു. ക്വാളിറ്റി ഏളനാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 170 SKU ഉണ്ട്. 7 വർഷം കൊണ്ട് 170 പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിലത്തെ ലീഡേഴ്സിനെ വെച്ചിട്ടാണ്. ആ പ്രൊഡക്റ്റില് ആരാണോ ലീഡർ, ചിലപ്പോൾ അതൊരു കോർപ്പറേറ്റ് ബ്രാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബ്രാൻഡ് ആയിരിക്കാം. ആരാണോ ലീഡർ, ആ ലീഡറിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ ഒരു പ്രിസർവേറ്റീവോ അഡൾട്രേഷനോ നമ്മുടെ മിൽക്കിലോ കേടിലോ ഒന്നിലും ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ അത് ഉപയോഗിക്കുന്നത്. എനിക്ക് അത് വളരെ ഒരു എന്താ പറയാ, വളരെ വാശിയുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതായത് നമുക്ക് നമ്മുടെ ബിസിനസ്സിലുള്ള കോൺഫിഡൻസ് ആണ് നമ്മളെ ബിസിനസ്സിൽ വലുതാക്കുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ്, ക്വാളിറ്റിയിലുള്ള കോൺഫിഡൻസ് എന്റെ ബിസിനസ്സിനെ വലുതാക്കിയതിന്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. അപ്പൊ ഇജാസ് സാറിന് അതിലും ധൈര്യമായിട്ട് ഇളനാട് മിൽക്ക് തന്നെ ചോദിച്ചു. ഞാൻ വാങ്ങിക്കാറുണ്ട്, ഇളനാട് വാങ്ങിക്കാറുണ്ട് ഞാൻ. പക്ഷെ അതല്ല, എനിക്ക് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. നിങ്ങൾ എത്ര എവിടെ പോയി കഴിഞ്ഞാലും ബ്രേക്ക് സംഭവിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കാം. സോ ഹൗ ഡു യു ഡീൽ വിത്ത്? അതാണ് മെയിൻ ഒരു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡയറി എന്ന് പറഞ്ഞ കോൾഡ് ചെയിൻ മാനേജ്മെന്റ് ആണ്. കർഷകരിൽ നിന്ന് കിട്ടുന്ന പാല് ഇത്ര സമയത്തിനുള്ളിൽ ചില്ല് ചെയ്ത്, പിന്നെ അതിന്റെ ഓരോ സ്റ്റേജും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്ര ടെമ്പറേച്ചറിൽ, ഇത്ര ഹീറ്റ് ടെമ്പറേച്ചർ, ഇത്ര കൂളിംഗ് ടെമ്പറേച്ചറിൽ ഇത് പാസ് ചെയ്യണം. അത് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരുവിധം എല്ലാ ബിഗ് വെഹിക്കിൾസും എല്ലാം AC ആണ്. പിന്നെ ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ റോട്ടിൽ കാണാൻ നമുക്ക് മഞ്ഞ വണ്ടി കാണുന്നുണ്ട്. നമ്മളിപ്പോ എല്ലാ വണ്ടികളും ഇൻസുലേറ്റഡ് വണ്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷത്തെ ടാർഗറ്റ് ഞങ്ങൾക്ക് നിയർ ടു 500 വെഹിക്കിൾസ് റീറ്റെയിൽ വെഹിക്കിൾ ഉണ്ട്. ബാംഗ്ലൂര്, തമിഴ്നാട്, കേരള അടക്കം 500 റീറ്റെയിൽ വെഹിക്കിൾ കമ്പനിക്ക് ഉണ്ട്. ഈ വെഹിക്കിളിൽ നമ്മളൊരു 200 വണ്ടികൾ ഓൾറെഡി പുതിയ വണ്ടികളാക്കി, പഴയ വണ്ടികൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും നമ്മളൊരു ബെഞ്ച് മാർക്ക് നമ്മളായിട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഇളനാട് വണ്ടി നോർമലി ഓപ്പൺ വെഹിക്കിളിൽ സപ്ലൈ ഇല്ല. എപ്പോഴും പലപ്പോഴും പാല് ഓപ്പൺ വണ്ടിയിൽ സപ്ലൈ ഉണ്ട്. ഇപ്പൊ ദുബായി ഒക്കെ നോക്കി കഴിഞ്ഞാൽ ദുബായിലൊന്നും അങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പോളിസി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ അടുത്ത ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മളിപ്പോ തന്നെ സ്വയം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അതിനെ ഇൻസ്ട്രക്ട് ചെയ്യില്ലെങ്കിലും നമ്മൾ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ഇത് ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ഒക്കെ നന്നായി എന്നൊക്കെ പത്രത്തിൽ വായിക്കാന്നല്ലാണ്ട് അതിന്റെ റിയൽ എഫക്റ്റ്
എന്റർപ്രണേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ എൻകറേജിംഗ് ആണ്. ഇനി ബിസിനസ് തുടങ്ങാൻ മുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം കൂടെ ആവട്ടെ എന്ന് പറയുന്നു ഈ കാര്യം. ഇനി ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. നമ്മളുടെ 3 എന്റർപ്രണേഴ്സും ദേ ആർ ലുക്കിംഗ് അറ്റ് ദ മാർക്കറ്റ് ഔട്ട്സൈഡ്. അവർ സെറ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണെങ്കിലും സജീഷ് സാറ് ഹാസ് ഓൾറെഡി വെൻ ടു UAE. മറ്റേ ഡോൺ ഹാസ് സ്പോക്കൺ ടു ഇമാനുവൽ മാക്രോൺ and Mr. Amit Raman is also coming from experience, from worldwide experience in the field. So in terms of market, Mr. Amit, what are you looking at? Where is your market? Is it restricted to Kerala, or are you looking at expanding horizons abroad? Yes, so I think in terms of market, we see a global market here. But if we are able to succeed in Kerala and then South India and then India, I think we will be ready for a global market as well. So we wanted to take it step by step and move towards those global markets. So we thought, we need to start small and then expand globally as well. Okay, so avideyaanu nammal the first robo park njan parnunno India sir. Other basically we are trying to set it up in Thrissur. Once that happens, we are trying to put maximum robo parks in and across India as well, and then expand globally. So it's a 5-year plan that we have. Yeah, it's not that we will wait for a long time to go global. We will ensure that it happens very quickly once the first physical park comes in. Sorry, you want to ask something else? Great, thank you. And Don, what about you? You are supplying in India right now. You are one of the top players in India. Yeah. In terms of electric chairs. So what about your expansion plans? സോ ഇപ്പൊ ഞങ്ങൾ ഒരു 2 years മുമ്പ് വരെ കേരളം മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് കേരളം ഉണ്ടായിരുന്നു. ബട്ട് ഒരു 2 years ആയിട്ട് നമ്മൾ പാൻ ഇന്ത്യ ആണ് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നെക്സ്റ്റ് 2 years കൂടെ ഇന്ത്യ തന്നെ നമ്മുടെ ഫോക്കസ് ഉള്ളൂ. 2027 മിഡ് കഴിഞ്ഞാൽ ഒരു ഔട്ട്സൈഡ് കൺട്രി സ്കെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് 10 കമ്പനീസിൽ ഒന്നാണ് ഈ ഒരു സെക്ടറിൽ. സോ അന്നേരം നമുക്ക് ഇനിയും ഒരു 2 years കൊണ്ട് ഇന്ത്യയിൽ ആ ടോപ്പ് 10 എന്നുള്ളതിന്റെ അകത്ത് ടോപ്പ് 3 എത്താനുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഔട്ട്സൈഡ് ഇന്ത്യ സ്കെയിൽ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. And are you looking at diversifying product range as well? Electric chairs അങ്ങനത്തെ ഇലക്ട്രിക് വീൽചെയർസ് ഞാനൊരു like Parkinson's for example. Yeah. അതെ, ഞാൻ ഇലക്ട്രിക് വീൽചെയർസും പേഷ്യന്റ് ട്രാൻസ്ഫർ ഡിവൈസും പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് വി ഹാവ് മെനി പ്രോഡക്ട്സ് ഇൻ R&D. വി ഹാവ് നെക്സ്റ്റ് ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും മെഡിക്കൽ ബെഡ്സ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള ബെഡ്സ് ഉണ്ടാവുമല്ലോ, പൊസിഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് കോസ്റ്റ്ലിയാണ്. അറൌണ്ട് സംതിങ് ഒരു 50,000 to 1.5 lakh rupee റേഞ്ചിലാണ് ആ ഒരു മോഡൽ വരുന്നത്. ഒരാള് വീട്ടില് ഡിഫറെന്റ് ഏബിൾഡ് ആയി അല്ലെങ്കിൽ ഓൾഡ് ഏജ് കാരണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിവൈസ് പലപ്പോഴും പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് അതിന്റെ അകത്ത് ഭയങ്കര ബൾക്കിയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി. പിന്നെ വീടുകളിലാകുമ്പോൾ ഇത്രയും വലിയൊരു ഡിവൈസ് കൊണ്ടുവന്നിട്ട് സ്പേസ് അത്രയും കൺസ്യൂം ചെയ്യും. സോ നമ്മുടെ അടുത്ത ഒരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് ലോഞ്ചിനുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഷീറ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി പുട്ട് ഓൺ ഏതർ ഓൺ ഫ്ലോർ ഓർ ഓൺ എനി ബെഡ്. എന്നിട്ട് അതിന്റെ അകത്ത് പല കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും ആ ഷീറ്റിൽ. അതേപോലെ തന്നെ ഒരു കൺട്രോൾ സിസ്റ്റം ഒരു ഇൻസൈറ്റർ ഉണ്ടാവും. സോ നമ്മുടെ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട് അതിനെ ഇൻസൈറ്റ് ചെയ്തിട്ട് ഈ കിടക്കുന്നവിടത്തുനിന്ന് ഇരിക്കാൻ, സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യാൻ, ഈവൻ പേഷ്യൻസിനെ നമ്മുടെ നോർമൽ ബെഡിൽ ഒന്ന് ടിൽറ്റ് ചെയ്യാൻ വേറെ ആളുടെ ബൈസ്റ്റാൻഡർ ഫുൾ ടൈം എഫേർട്ട് വേണം, നല്ലൊരു എഫേർട്ട് വേണ്ടി വരും. ഇതിനെല്ലാം ഒറ്റ ഡിവൈസിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുൾ പേഷ്യൻസിനെ ഈ പോസ്റ്റർ ചേഞ്ചിങ് ഫെസിലിറ്റി, കാല് ഉയർത്താന്, നിവർന്നിരിക്കാന് കാര്യങ്ങൾ എല്ലാം, അതേപോലെ പേഷ്യൻസിനെ സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യാന്, അതേപോലെ ബെഡ് സോഴ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള കുറെ ഫെസിലിറ്റി, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് ലോഞ്ചിനുള്ളത്. സോ വി ആർ ഹോപ്പിംഗ് ടു ലോഞ്ച് ഇറ്റ് ബൈ സ്റ്റാർട്ടിംഗ് ഓഫ് 2026 ആക്ച്വലി. സോ നമ്മൾ 2021 തൊട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പേറ്റന്റ് ഫയൽ സ്റ്റേജിലാണ്. 2021 നമ്മൾ പേറ്റന്റ് ഫുൾ ഫയൽ ചെയ്തതാണ്. സോ അന്നേരം അതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ്. നമ്മൾ ഈ ഒരു 50,000 to 1.5 lakh റേഞ്ചിലുള്ള പ്രൊഡക്റ്റിന് പകരം നമ്മുടെ മാർക്കറ്റിൽ ജസ്റ്റ് ബിലോ 10,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫുള്ളി ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആയിട്ട്.
So അതാണ് നെക്സ്റ്റ് ഇൻ ദ പൈപ്പ്ലൈൻ. സോ വി ഹാവ് മെനി അതർ പ്രൊഡക്ട്സ് ഇൻ R&D, ബട്ട് ഞാൻ നെക്സ്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. സോ That's ഫോക്കസ് encouraging. All right. Thank you, Don, for that. And Elenard already UAE is selling, say sir. So, what other plans do you have in terms of expanding for product range, butter, angante കാര്യങ്ങൾ, paneer, angante കാര്യങ്ങൾ, and then expanding to other markets? നമുക്ക് ശരിക്കും നാല് കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് മിൽക്ക് കേട്, നോർമൽ നമുക്ക് ഇതിലൂടെ ഈസി ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ മിൽമേരെ പ്രൊഡക്ട്സ്, മിൽക്ക് കേട്. ദെൻ മിൽക്കി മിസ്റ്റിന്റെ പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ പനീർ, ബട്ടർ, ഗീ, ചീസ്, കപ്പ് കേട്, യോഗട്ട്, ആ കാറ്റഗറി അതൊരു സെപ്പറേറ്റ് ഡിവിഷനാണ്. കാരണം അത് സെപ്പറേറ്റ് ഡിവിഷനായിട്ട് പോണത്. പിന്നെ അഗ്രോ പ്രൊഡക്റ്റ് എന്ന് പറയും, ബാറ്റർ, ചപ്പാത്തി, പൊറോട്ട, പൂരി. ദെൻ അതിൽ തന്നെ ഫ്രോസൺ നമ്മളിപ്പോൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. യൂറോപ്പ് അങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഫ്രോസൺ പ്രൊഡക്ട്സ് ആ കാറ്റഗറിയിൽ നമ്മൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ്, അങ്ങനത്തെ ഐറ്റംസ് കൂടിയും അതിലേക്ക് വരുത്താൻ പ്ലാൻ ചെയ്തിട്ട്. നാലാമത്തെ കാറ്റഗറി ഐസ്ക്രീമാണ്. ഓക്കെ, നമ്മുടെ റിച്ച് ഡാഡ് എന്നാണ് നമ്മുടെ ഐസ്ക്രീം ബ്രാൻഡ് നെയിം. നമ്മൾ 1 year ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 4 ഡിവിഷനും നമ്മൾ ഓൾ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എയിം വെച്ച് 3 yearsനുള്ളിൽ സൗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ ഒന്നുകൂടിയും ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുക, കേരളത്തിൽ ഒന്നുകൂടി പോപ്പുലർ ആവുക, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നല്ല രീതിയിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 500 വണ്ടി എന്ന് പറഞ്ഞാൽ 500 വണ്ടി കമ്പനിയുടെ കൺട്രോളിൽ ഓടുന്ന വണ്ടിയാണ്. ആ വണ്ടി എവിടെയാണെന്നുള്ളതും ഏത് കസ്റ്റമർക്ക് സപ്ലൈ ആണ് ഫുൾ ഡിജിറ്റലി കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റോഡിനെയും സ്കെച്ച് ചെയ്ത് ആ റോഡിലുള്ള കസ്റ്റമറെ ഗ്രേഡ് ചെയ്ത് അവരെ ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം അവർക്ക് ഏത് പ്രൊഡക്റ്റ്, നമ്മുടെ FMCG ഏത് പ്രൊഡക്റ്റ് ആ കസ്റ്റമർക്ക് സൂട്ടബിൾ ആവുന്നോ അത് ഓട്ടോമാറ്റിക് ആപ്പിൽ കാണിച്ച് നമുക്ക് വേൾഡ് മൊത്തം നമ്മുടെ ബ്രാൻഡ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു വിഷൻ. അതിലേക്ക് ഞങ്ങൾ ഓൾറെഡി പ്രൊഡക്റ്റും ഞങ്ങളുടെ പ്രോസസ്സൊക്കെ അതിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പൊ നമ്മൾ എന്തൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ ബ്രാഞ്ച് ചുറ്റളവുള്ള ഏരിയ ഫുൾ സ്കെച്ച് ചെയ്യും. ഈച്ച് റോഡ് ഈച്ച് ഷോപ്പ്, ഇതാണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ പേര്. ഓക്കെ, ഈച്ച് റോഡ് ഈച്ച് ഷോപ്പ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് പോണത്. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് ആയിട്ടാണ് സൗത്ത് ഇന്ത്യ കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇന്ത്യ കവർ ചെയ്യണം. ഇതോടൊപ്പം തന്നെ പാരലായിട്ട് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏതൊക്കെയാണോ ആഡ് ചെയ്യാൻ പറ്റുന്നത് അത് ഈ 4 കാറ്റഗറിയിൽ കൂടിയിട്ട് ആഡ് ചെയ്ത് പോകണം. അത് ഒരുപാട് ഡേറ്റ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. യു ആർ കൺവേർട്ടിംഗ് ദ ഡേറ്റ ഇൻടു ഇന്റലിജൻസ് ആൻഡ് ആക്ടിങ് ഓൺ ഇറ്റ് ഓൾസോ. അതെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കാം. നമ്മൾ ഇൻ 2019 വി ഹാഡ് കോവിഡ്. അതിന് മുമ്പേ നമുക്ക് പ്രളയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 1-2 വലിയ പ്രളയങ്ങളൊക്കെ. ഇതൊക്കെ ബിസിനസ് ഇന്ററപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഹൗ ഇസ് യുവർ ബിസിനസ് ഇമ്മ്യൂൺ ടു സച്ച് തിങ്സ്? what business continuity plans do you have when such events happen? ഈ കോവിഡ് പോലത്തെ ഇനി ഒരു ഇവന്റ് നടക്കുമെന്ന് ചോദിച്ചാൽ സാധ്യത ഉണ്ട്. മുമ്പ് നമ്മൾ 2019 മുമ്പ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാന്ന് നമ്മൾ പറയുന്നത്. Now I think there is a possibility. So we are all warmed up to that possibility. So how will we fare if such a thing happens? Again, I'll start with Amit sir. If you want to give your perspective on how resilient your business is. Yeah, These kinds of so thank you. It's an interesting question because I think COVID വന്നപ്പോൾ നമുക്ക് കുറേ ക്ലാരിറ്റി കിട്ടുകയാണ് ചെയ്തത്. Our business model became more crystal clear for us in terms of what is that we need to do. Because COVID മുമ്പ് we were doing a lot of R&D. എവിടെയൊക്കെയോ നമ്മൾ പ്രോബ്ലംസ് കണ്ടാൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കും. Okay, so because we were afraid to fail. Okay, so we were doing trainings, we were doing a lot of product solutions, humanoid robots ഉണ്ടാക്കി. അപ്പോൾ sir previously ചോദിച്ച question, basically we were trying to push it into the Middle East market first. Even we sold a humanoid robot to a school in Dubai. Okay, before COVID. So after COVID, when the schools closed down and things like that, we understood that the market is trying to be local and then make things for global. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയത് കോവിഡിന് ശേഷമാണ്, where we started looking at how kids can sit at home and learn robotics. അപ്പം എന്നിട്ട് ആ ഒരു റോബോ പാർക്ക് അല്ലെങ്കിൽ എല്ലാം ഒരു എക്കോസിസ്റ്റത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു നമ്മൾ.
So that is where we wanted to, academy under we ensure that we do these kind of robotic B2B kind of products for schools, institutions, and things like that. Even we're trying to set up center of excellences in universities, schools, and things like that. And at the same time, kids can sit at home and learn robotics using a digital model. അപ്പോൾ കുട്ടിക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു കിറ്റ് വെച്ചിട്ട് കണ്ടന്റ് ഡിജിറ്റൽ മീഡിയം ത്രൂ കൊടുത്ത് ഒരു ഗെയിമിഫൈഡ് രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് കിറ്റ് ഒരു 2 or 3 കിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ചെറിയൊരു ലാബ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റില്. അതിലും കണ്ടന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ലൈക്ക് കണ്ടന്റ് ആണ്. മൂവിയൊക്കെ വെച്ചിട്ട് മൂവി പോലെ ഒരു അവെഞ്ചേഴ്സോ അല്ലെങ്കിൽ സ്പൈഡർമാൻ മൂവി കാണുന്ന പോലെ they can sit and see these kind of things so that you are ensuring that their time that they're spending online is going to be quality, where it leads to learning by doing. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു അംബ്രല്ല ഇൻ ടേംസ് ഓഫ് ഒരു എക്കോസിസ്റ്റത്തിന്റെ അണ്ടറിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. സോ വി ആർ കോൺഫിഡന്റ് ദാറ്റ് വെൻ വി സീ ക്രൈസിസ് വി സീ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ക്രൈസിസ് and we see how we could tackle those kind of opportunities and make use of it. So that is how we look at the market when these kind of things happen. Thank you, Amit. Don Paul, what do you think about these aspects? Will COVID or anything like that throw your business out, or how resilient is your business? സോ ആ ഒരു ടൈമില് നമ്മള് കുറച്ചുകൂടെ ഏർലി ഫേസ് ആയിരുന്നു. ഈവൻ ഫ്ലഡിന്റെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മള് ടു ഏർലി ടു ബി എഫക്റ്റഡ് എന്ന് പറയാൻ വേണമെങ്കിൽ. കൊറോണ സമയമായിരുന്നപ്പോ ഞങ്ങള് ഗ്രോത്ത് ഫേസ് ആയിരുന്നു സത്യത്തിൽ. നമ്മളൊരു മെഡിക്കൽ സെക്ടറിൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായില്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ ആ സമയത്ത് സ്കെയിൽ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മളെ സംബന്ധിച്ച്. ബട്ട് ഇപ്പം ഇനിയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഓരോ പ്രോബ്ലം റിയൽ ആസ്പെക്ട് ഫേസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ട് SOP ത്രൂ ആണ് നമ്മൾ മാക്സിമം റൺ ചെയ്യുന്നത് ബിസിനസ്. അതായത് ഇനീഷ്യൽ ഫേസിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം പീപ്പിൾ ഓറിയന്റഡ് ആയിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ആയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നമ്മളുടെ ഒരാൾക്കൊരു ഞങ്ങളുടെ ടീമിൽ ടീമുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ കൊളാപ്സ് ആവുന്ന രീതിയിലായിരുന്നു ഇനീഷ്യലി. ബട്ട് അതിനെ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് മാക്സിമം പീപ്പിൾ ഓറിയന്റഡ് എന്നുള്ളതിനേക്കാൾ സിസ്റ്റം ഓറിയന്റഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. സോ ഇപ്പം വി ആർ മേക്കിംഗ് അവർസെൽസ് റെസിലിയന്റ് ത്രൂ സ്റ്റെപ്സ് ലൈക്ക് ദിസ്. താങ്ക് യു. സജീഷ് സാർ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടികൾ പുറത്തിറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഹൗ ഡു വി ടാക്കിൾ ദാറ്റ്? ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്? സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറക്കിയ സമയമാണ് കോവിഡ് ടൈം. കാരണം ഈ മെഡിസിൻ പോലെ തന്നെ പാലും നമുക്ക് ചെയ്യാം എന്നുള്ള ഗവൺമെന്റ് ഓർഡർ ഉണ്ടാണ്. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 3 വർഷം കൊണ്ട് ഈ നമ്മള് 1ാം സ്ഥാനത്തിന്റെ അടുത്തേക്ക് എത്താൻ കാരണം കോവിഡ് ആണ്. അപ്പൊ അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്ത് പ്രശ്നത്തിലും എന്താണ് പോസിറ്റീവ് എന്നുള്ളതാണ്. ആ പോസിറ്റീവ് ഉള്ള കാര്യം ചിന്തിക്കുക, അത് ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായ കാര്യം അതിനുശേഷം പോസിറ്റീവായി വരുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്യാം. എൻ്റെ ഒരു ലൈഫില് കോവിഡ് ടൈമില് എല്ലാ കമ്പനിക്കാരും ഏകദേശം ബ്രേക്ക് ചവിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും വ്യക്തതയില്ല നാളെ എന്താ സംഭവിക്കുക. ചിലര് സപ്ലൈക്ക് നിർത്തി, ചിലരൊക്കെ പല പല രീതിയിൽ റെസ്ട്രിക്ഷനിൽ ബിസിനസിനെ കൺട്രോൾ ചെയ്തപ്പോ പലരും ബിസിനസ് ചെറുതായി. അപ്പൊ അവിടെ എനിക്കൊരു പൊട്ടൻഷ്യൽ കിട്ടി, അവിടെ വലുതാവാനുള്ള ഒരു പൊട്ടൻഷ്യൽ കിട്ടി. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവാണ്. അതായത് ആ റോഡ് തിരിയാണ്, ഫുൾ തിരിവാണ്. ആ തിരിവില് നമുക്ക് അപ്പുറത്തെ റോഡ് കാണില്ല. അതാണ് സിറ്റുവേഷൻ. അവിടെ റോഡ് ഉണ്ടോ, അത് ആ റോഡിനെ കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ ധൈര്യത്തോടെ സ്പീഡ് കുറയ്ക്കാതെ ധൈര്യത്തോടെ ആ വളവ് തിരിഞ്ഞു പോയപ്പോഴാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ബിസിനസിനെ സ്കെയിലപ്പ് ചെയ്യാൻ ഞാൻ നിയർ ടു 3 to 4 times ഡബിളായി എൻ്റെ ബിസിനസ്. ഒരുവിധം കേരളത്തിലെ എല്ലായിടത്തേക്കും എക്സ്പാൻഡ് ചെയ്തു. ഈസി ആയിട്ട് കസ്റ്റമറെ കിട്ടി. പലയിടത്തും പാല് വരുന്നില്ല, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ സപ്ലൈ ആവുന്നില്ല. കാരണം ഈ സിറ്റുവേഷൻ ഞാൻ ഈസി പറയാം. എൻ്റെ ചേട്ടനും എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ പ്രൊക്യൂർമെന്റ്, തമിഴ്നാട്ടിലത്തെ പ്രൊക്യൂർമെന്റ് ഹെഡ് ചെയ്യുന്ന ഹെഡായിരുന്നു. ഈ കോവിഡ് ടൈമില് ചിലപ്പോ അതർ സ്റ്റേറ്റിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഓട്ടോമാറ്റിക് ചേട്ടൻ ആ ജോലി
നിർത്തി വീട്ടിലേക്ക് ക്വിറ്റ് ചെയ്ത് വന്നു. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് പല കമ്പനികളിലും ഉണ്ടായത്. പക്ഷെ ആ സിറ്റുവേഷൻ ആ സമയത്ത് നമ്മുടെ ടീമിന് നല്ല കോൺഫിഡൻസ് കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കെയിലപ്പ് ചെയ്ത് എല്ലാ കടകളും നമുക്ക് എൻ്റർ ചെയ്ത് അങ്ങനെ ബിസിനസ് വലിയൊരു രീതിയിൽ എനിക്ക് ആ സമയത്ത് ആഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു ഇതുവരെ. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ, നിങ്ങൾ എല്ലാവരും ഒരു ലൈനിൽ ഉത്തരം പറയണം. നിങ്ങൾ അടുത്ത 5 വർഷത്തില് where do you see yourself and how can collectives like BOMOM help your organization flourish in Thrissur and elsewhere? And then after that, I will open up for questions from the audience. I will again start with Amit. Yeah, sorry, can you just repeat the question, Ijaz sir? Yeah. So what I was saying is that, in 5 years from now, what is your vision in terms of growth for your company? And how can collectives like BOMOM help in that process? Yeah, so thank you again for the question. So I think next 5 years, we're seeing that Incur will start RoboPark in many cities in India, as well as also we will be going global. So because people are interested in terms of, there is interest from Saudi to do this, there's interest from UAE to do this kind of a RoboPark. There's even interest from Uzbekistan to do this. So what we want is to ensure that we are scaling up and we are moving into a 1,000 crore valuation company in the next 5 years. As well as where BOMOM can help is to spread this kind of awareness that this kind of technological thing is coming, where people can benefit out of it. Because ippolum avade fear factor undu. Jolly povo ennallathu ingante technology vannal, I think it will not replace, it will only complement and increase our productivity, which will boost our economy for the country. Don, what about you? 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും? അതിന് BOMOM പോലത്തെ കളക്ടീവ്സിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊക്കെ എന്താ ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ 5 ഇയേഴ്സിൽ നമ്മൾ ഇന്ത്യയിലെ ഒരു ടോപ്പ് പ്ലെയർ ആവാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇന്ത്യയിൽ എന്തായാലും ടോപ്പ് പ്ലെയർ ആയിരിക്കും. അതേപോലെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, പിന്നെ യൂറോപ്യൻ നേഷൻസ് ആണ് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയാസ്. അന്നേരം നമുക്ക് അവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങണമെന്നാണ് ആ ടൈമിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ വിൽ ബി റവന്യൂ സൈഡിനേക്കാൾ ഞാൻ ഇവിടെ ഇപ്പം ഒരു മെട്രിക്സ് പെർ ഇയർ ഒരു 1,00,000 ആൾക്കാരെങ്കിലും ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആണ് നമ്മളൊരു 5 ഇയർ കഴിയുമ്പോൾ നമ്മൾ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം. സോ ദറ്റ്സ് മൈ ടാർഗറ്റ് ഫോർ ദ നെക്സ്റ്റ് 4 ഇയേഴ്സ്. പിന്നെ BOMOM പോലുള്ള ഓർഗനൈസേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി, അതേപോലെ കണക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എപ്പോഴും ചെയ്താൽ നമുക്കും നല്ലൊരു ഗുണം ഉണ്ടാവുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഓൾസോ എക്സ്പെക്ടിങ് ഇൻ ദ ഫ്യൂച്ചർ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. സജി സാറിലേക്ക് വീണ്ടും വരാം. എല്ലാവരും എൽനാട് വാങ്ങിക്കണം എന്നാണ് ഇനി മിൽമയൊക്കെ മാറ്റിയിട്ട്, അതാണ് ഇതിന്റെ ഉള്ളടക്കം. പക്ഷെ എന്നാലും where do you see yourself 5 years from now, Sadiq sir, and what else can we do? എൽനാട് വാങ്ങിക്കലില്ലാതെ നമ്മുടെ ഒരു 5 വർഷത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കയറാന്നുള്ളതാണ് മറ്റ് സ്റ്റേറ്റുകളിൽ. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അതർ കൺട്രീസിൽ നമുക്ക് എത്രത്തോളം നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് എത്താൻ പറ്റുന്നോ അത്രത്തോളം എത്താന്നുള്ളതാണ്. പിന്നെ BOMOMത്തിന്റെ സപ്പോർട്ട് വേണ്ടത് ഇതുപോലെ തന്നെയാണ്. ഈ പാല് എന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാലും ഈ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞ ഒരു എൻവയോൺമെന്റില് കുറെ കൺഫ്യൂഷൻ ഉണ്ട്. അത് പെട്ടെന്ന് ഒരു വളരെ ട്രസ്റ്റബിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും ആ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ വൈഫിന്റെ അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പോ അവര് എപ്പോഴും നാടൻ പാല് തന്നെയാണ് തൊട്ട് മുമ്പിൽ തന്നെ സൊസൈറ്റിന്റെ നാടൻ പാല് വാങ്ങാം. അപ്പോ അത് നമുക്ക് ഈ നാടൻ പാല് യൂസ് ചെയ്യണേക്കാൾ നല്ലത് നമ്മുടെ പാസ്ചറൈസർ മിൽക്ക് യൂസ് ചെയ്യാണ് എപ്പോഴും. അത് നമ്മുടെ ആയിക്കോട്ടെ മിൽമേരായിക്കോട്ടെ പാസ്ചറൈസർ മിൽക്ക് യൂസ് ചെയ്യാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഓൾ ഇന്ത്യ ബ്രാൻഡായി മാറുമ്പോൾ പല സ്റ്റേറ്റുകളിൽ നിന്നും പാല് സോഴ്സ് ചെയ്യണം, പല സ്റ്റേറ്റുകളിലും പാല് വിൽക്കണം.
സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കേരളത്തിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ പാലും കളക്ട് ചെയ്യുന്ന എല്ലാ പാലും അത് കൃത്യമാണ്. ഇപ്പോ ഇജാസ് സാറിന്റെ മനസ്സിലും ഇത് എനിക്ക് തോന്നുന്ന 90% ഉണ്ടാവും. കാരണം അതിൽ പ്രിസർവേറ്റീവ് ഉണ്ടാവും, അഡൾട്രേഷൻ ഉണ്ടാവും. അത് ഇതിപ്പോ ഇജാസ് സാറിന്റെ മനസ്സ് മാത്രമല്ല, നോർമലി ഒരു 90% ആൾക്കാരുടെ മനസ്സിലും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എപ്പോഴും എൻ്റെ ഒരു സിമ്പിൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന കമ്പനി ഒരിക്കലും പ്രിസർവേറ്റീവ് അഡൾട്രേഷനോ ചെയ്യാൻ ചാൻസ് 99.99% ഇല്ല. കാരണം അതിലൂടെ ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രശ്നത്തെക്കാൾ 10 ഇരട്ടിയാണ് അവർ ക്വാളിറ്റിയുടെ ട്രസ്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ നമ്മള് ഈ മുളക് പൊടിയിലൊക്കെ ഈസ്റ്റേണിന്റെയും മറ്റു ബ്രാൻഡുകളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്ക് ഒരിക്കലും ഞാനൊരു മാനുഫാക്ചർ ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഒരിക്കലും അതേപോലത്തെ ബ്രാൻഡുകള് അവരെ പ്രൊഡക്റ്റുമേ ഒരു പ്രിസർവേറ്റീവ് അവരായിട്ട് ആഡ് ചെയ്യണതല്ല. അത് കർഷകര് ആ സമയത്ത് അവരെ എന്താ പറയാ, അവരെ പ്രൊഡക്ടിവിറ്റി ഡാമേജ് ആയി പോവാതിരിക്കാൻ ഉപയോഗിക്കുന്ന അപ്പോഴത്തെ പ്രിസർവേറ്റീവ് ആണ് അവര് അത് പ്രൊഡക്ഷൻ ചെയ്ത് വരുമ്പോൾ അതിലുണ്ടാവണത്. ഒരിക്കലും കമ്പനി ചെയ്യില്ല. ഇപ്പൊ നമ്മൾ പിന്നെ ജനങ്ങളെ വീണ്ടും ഒരു തെറ്റിദ്ധാരണ, നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ തന്നെ പൊടിച്ചാൽ അത് ഫ്രഷ് ആയിരിക്കുന്ന, അതിന്റെ ഇരട്ടി പ്രിസർവേറ്റീവ് അതിലുണ്ടാവും. അപ്പൊ കാരണം ഈ ബ്രാൻഡുകൾ അത്ര അധികം അത് പ്രോസസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് പൊടിച്ച് അത് വരണത്. അപ്പൊ അതിന് അതിൻ്റെതായ ഗവൺമെന്റ് പ്രകാരമുള്ള എല്ലാ സ്പെക്കുകളും ഉണ്ട്. അപ്പൊ അതെടുത്ത് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നേരിട്ട് പൊടിച്ചെടുക്കുന്ന മുളക് പൊടിയും മറ്റു കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ ബ്രാൻഡിന്റെ ഡബിൾ ഉണ്ടാവും ഈ പറയുന്ന എന്തെങ്കിലും. അപ്പൊ അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻ നമ്മുടെ പ്രത്യേകിച്ച് പാലിനുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുമുണ്ട്. അതുകൂടാതെ പലരും വർഷങ്ങളായിട്ട് നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷൻ മുഖേന അങ്ങനെ പറഞ്ഞ് ഒരു വലിയൊരു പേടി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പേടി എത്രത്തോളം മാറ്റാൻ ഇപ്പൊ ഇജാസ് സാറിനും നമ്മുടെ ഈ ഭൗമത്തിനും കഴിയുമെങ്കിൽ അത് ഇത്തിരി കൂടി നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇളനാട് മാക്സിമം ഇളനാട് പ്രൊഡക്ട്സ് വാങ്ങാം. തീർച്ചയായിട്ടും. So there are other questions കുറച്ച് ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഫൈനാൻസിനെ കുറിച്ച് 1-2 questions ഉണ്ടായിരുന്നു. ഫൈനാൻസ് റേസ് ചെയ്യാൻ എങ്ങനെയാണ്? Does anyone want to ask questions directly to the panelists? Participants, I want to leave the floor open. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സതീഷ് ചോദിച്ചതാണ്, മെസ്സേജിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇനി എന്ത് മാറ്റങ്ങളാണ് പുതിയതായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ബിസിനസ് എൻവയൺമെന്റ് ആകണമെന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് top 2-3 points you would like to see as a change from be it government side or be it the ecosystem around you? Yeah, I think from my side, I think it is the government has to start thinking big. I'm not telling they're not doing it, but because there's an opportunity right now. Namakku basically വലിയ manufacturing units, it's not coming to Kerala as a state. So if we could become more manufacturer friendly, I think that will help us to boost our economy as well. So that is something that we need to look into. So this is one thing. So that's it from my side. Don, do you have a perspective on that? Don എന്തോ ഒരു ട്രബിൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പവർ ഔട്ട്. സജീഷ് സാറിലേക്ക് പോവാം. സജീഷ് സാർ വേറെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കേരളത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്? കേരളത്തിന് ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അവർക്ക്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയാണ്. പക്ഷെ കുറച്ചുകൂടി നമ്മൾ പറയണല്ലോ, കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡികള് ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു 1 CR ഇതിന് ഒരു 30,000 അല്ല 30 lakhs സബ്സിഡിയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളൂ. ഇപ്പൊ നമ്മളൊരു 50 CRന്റെ ഒരു പ്രൊജക്ടിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും ആകെ കിട്ടാൻ 30 ലക്ഷം തന്നെയാണ് സബ്സിഡി, 50 CRന് പോയാലും. അപ്പോ അവിടെ അങ്ങനെ ഒരു സ്ലാബ് ഉണ്ട്, ആ സ്ലാബ് മാറ്റണം.
പിന്നെ കുറച്ചുകൂടി പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഒരു വണ്ടി, ഇപ്പൊ നമ്മുടെ ഒരു 32 ഫീറ്റിന്റെ ഒരു വണ്ടി, അഡ്വർടൈസ്മെന്റ് ഒരു വണ്ടി, ബ്രാൻഡിങ് കോസ്റ്റ് ഒരു വർഷത്തേക്ക് വരുന്നത് 2.25 ലക്ഷം രൂപയാണ്, ടാക്സ് മാത്രം അടയ്ക്കേണ്ടത്. ആ വണ്ടിയുടെ പരസ്യത്തിന്റെ നികുതി അടയ്ക്കേണ്ടത് 2.25 ലക്ഷം രൂപയാണ്. ഇത് തമിഴ്നാട് 6000 രൂപയാണ്. സോ അങ്ങനത്തെ തമിഴ്നാട്ടിൽ വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് എളുപ്പം. അതിന് കുറച്ച് പ്രാക്ടിക്കൽ മറ്റു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല കേരള ബ്രാൻഡുകൾക്ക്. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങള് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വന്നാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ ഞാൻ അത് എല്ലാം കറക്റ്റ് ചെയ്യണമെന്ന് പറയില്ല. എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനി റൺ ചെയ്യണ പോലെ തന്നെയാണ് കേരളം ശരിക്കും പറഞ്ഞാൽ അതും റൺ ചെയ്യണം. കേരളം റൺ ചെയ്യണം. അപ്പൊ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം അവർക്ക് ഒരു തീരുമാനം എടുക്കുമ്പോഴും അതിന്റെ ഫിനാൻഷ്യൽ എഫക്ട് എങ്ങനെയാണ് സ്റ്റേറ്റിനെ ബാധിക്കണേ എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കണം. പക്ഷെ എന്നാലും ഞാൻ 1-2 പോയിന്റ് പറഞ്ഞു മാത്രം. Interesting. Any other questions? Okay, I think it was a very inspiring discussion from all three of the panelists. I think you've all enriched by their knowledge and experience. I will hand it back to the moderator. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മുന്നോട്ട് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ടു റേസ് ഫണ്ട്സ് കൈൻഡ് ഓഫ് ഒരു പുതിയ സ്റ്റാർട്ടപ്പിന്, അല്ലെങ്കിൽ അത് ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ടാണോ അതോ ഗവൺമെന്റ് ഫണ്ട്സ് ഉണ്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ട്? So, Jens, sir, in my view, right now, it is a bit difficult to raise funds at an idea stage, because even investors are looking for early traction or revenue, okay, before they put in the money. Because the market is also like that. There are a lot of ideas floating around, and people find it an easy source to get money, and then do a lot of these kind of naughty activities, and it leads to a lot of these kind of things. Yeah, so basically they want to ensure that the early traction is there before they invest. Angel investors especially invest or put money into it. Pinne endaanu vechal, we also need to be picky when we look for funds. We should ensure that we are finding the right investor, and not looking for money who's people looking for some gains in 2 to 3 years. It takes time for them to multiply the money and give them the return that they deserve. So that is also something that we should be looking at. Are we connecting with the right investors who can give us the connects to grow and become the catalyst for that particular growth as well? So these are things that I think even the people who are doing the business should look at. How we can ensure that we give the correct growth, or good growth to the people who are investing, and within a good time frame, not a short time duration. So that's it. ഒരു സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് how do this conventional businessmen, അല്ലെങ്കിൽ they look at these startup ecosystem? Do they put in money, or is it something they're still very conservative about this? So if you look at family business, the family business is growing. They are looking at diversification and things like that. But again, they are picky in terms of doing where to put that particular money in. So traditional business are going into more different kind of traditional business than diversifying, I would say, into the startup ecosystem. Some people do it, but the risk, in terms of that risk ratio that they're looking at, is something that I would say the risk they're not willing to take that big risk at this point of time. Okay, because giants like Tata, Reliance, Adani, they are not putting their money; they're putting somebody else's money to the investment that they have. So that is the model that even some of the family businesses are looking at. I would say so. That is where, if you look at I would say ipo nammada naatlan Kalyan's Joy Alucas, as well as if you look at Lulu, they are not diversifying into these kind of startups or things like that. We don't hear any of these stories coming up so fast. But
they're doing it at a very trial and error method. Very small amounts they are putting and seeing if it makes sense. In progress. Okay. Okay. Thank you. Sorry, what was that? No, I just... ഇല്ല അതൊരു എന്തോ ഓട്ടോമേറ്റഡ് മെസ്സേജ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ നിങ്ങൾ കമ്പനി വാല്യുവേറ്റ് ചെയ്യുമ്പോൾ what is the basis of valuation? Discounted cash flow methods or EBITDA based or അല്ലെങ്കിൽ asset based or എന്താണ്, എങ്ങനെയാണ് you are pitching your investors when you evaluate the company? You have your own assumption of valuation അല്ലേ, എത്ര പെർസെന്റേജ് stakes നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. So how you all get this money? Itra percentage you put that I'll bring the equity. So what is the basis you do it? Can you share your ideas? Yeah, so basically for the future trending business anengil, it is more to do with there's no benchmark that is there already. Market benchmarks undavilla. So what we try to do is to look at a similar kind of industries that is there, and it is all based on future. It is not based on historical trends and things like that. It is all based on future, and it is something that even the investor has to agree with. Okay, we believe that this can do this much, and there will be a lot of negotiations on that. But mostly what happens is it is based on a future forecast. So it is a DCF model that works out mostly for us, rather than a conventional traditional model growth structure in terms of market growth compare ഇപ്പോൾ സജീഷ് പറഞ്ഞ പോലെ ഡയറി ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ടെക്സ്റ്റൈൽ ബിസിനസ്, റീറ്റെയിൽ ബിസിനസ് ഒക്കെ ആ ഒരു ട്രഡീഷണൽ മോഡലാണ്. ഫോർകാസ്റ്റ് ഓർ ഇൻഡസ്ട്രി ഗ്രോത്ത് ട്രെൻഡ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബട്ട് സ്റ്റാർട്ടപ്സിൽ മോസ്റ്റ്ലി ഇറ്റ് ഈസ് on such aspect where it is on future forecast which the investor also has to agree. Okay. Any other questions? Thank you. Thank you, everyone. I want to thank all the panelists and all participants. Interesting questions, interesting discussion. And key takeaways for me is that Kerala is a very prime place for investment today. We have that great idea. We want to venture into entrepreneurship. This is the time. That has been my takeaway. I'll hand it back to the moderator. Thank you. Thank you, Ijaz. ഔദ്യോഗികമായിട്ട് നന്ദി പറയുക എന്നുള്ള ചുമതലയാണ് ഭൗമത്തിന്റെ ഭാഗത്ത് നിന്ന്. നമുക്ക് നമ്മുടെ 4 ഗസ്റ്റുകൾ ഇൻഫാക്ട് മോഡറേറ്റർ അടക്കം സജീഷ് കുമാറുണ്ട്, അമിത് രാമനുണ്ട്, ഡോൺ ഒന്ന് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു, ചെറിയ പവർ ഇഷ്യൂ. എല്ലാവർക്കും നമുക്ക് ഇന്ന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എല്ലാവരും അത് നമ്മളിങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവരെ ഓരോ ക്വസ്റ്റ്യൻസിനും പറഞ്ഞ മറുപടികളും അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ കിട്ടുമെന്നുള്ളത് തന്നെ നമ്മളത് ഈ സമയത്ത് തന്നെ പറഞ്ഞ ഒരു മാസം മുമ്പൊക്കെ സമയം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇൻഗർ റോബോട്ടിക്സിൻ്റെ അമിത് രാമനും, എലനാട് മിൽക്സിൻ്റെ സജീഷ് കുമാറിനും, അതുപോലെ തന്നെ ഡോണിനും ഭൗമത്തിൻ്റെ പേരിൽ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഇവിടെ വന്ന് നിങ്ങളുടെ ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മളിത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇതൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഞങ്ങളുടെ എല്ലാ മാസവും നടത്തുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടിയാണ്. ഇത് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഇജാസ് മുഹമ്മദ്, കോഗ്നിസെന്റ് ടെക്നോളജീസിലെ ഡിജിറ്റൽ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന് ഭൗമത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഭൗമത്തിലും ചേരണം. എന്തായാലും ഈ പരിപാടി വളരെ മനോഹരമായിട്ട് മോഡറേറ്റ് ചെയ്തു. ഞങ്ങളുടെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ടെസി ടീച്ചർ, സ്വാഗതം പറഞ്ഞ ടെസി ടീച്ചർ, ഇത് കൺട്രോൾ ചെയ്ത മധുചേട്ടൻ, എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭൗമം സോഷ്യൽ ഇനിഷ്യേറ്റീവിന്റെ പേരിൽ നന്ദി പറയുന്നു. ബൈ. താങ്ക് യു. Bye. Thank you. Thank you so much. Bye.